മാനവരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്ര പ്രധാനം എന്ന് രേഖപ്പെടുത്തപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ. എല്ലാം ആക്രമിച്ചു. വീടുകൾ ആക്രമിക്കുന്നു. ഒരു യുദ്ധത്തിലും ആക്രമിക്കപ്പെടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആശുപത്രികൾ തന്നെ മെറ്റർണിറ്റി വാർഡുകൾ, ഇൻക്യുബേറ്റേഴ്സ്, ആംബുലൻസുകൾ, ക്രൂരതയുടെ സർവ്വഭാവനകൾക്കും അപ്പുറമുള്ള ക്രൂരതകൾ, ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും ഈ മനുഷ്യർ കാണിക്കുന്ന ചങ്കൂറ്റം, ചെറുത്തുനിൽപ്പ്, നിശ്ചയദാർഢ്യം എന്ന് പറയും, പോരാട്ട വീര്യം, അതും മനുഷ്യഭാവനയുടെ എല്ലാ ഭാവനകൾക്കും അപ്പുറത്തുള്ള. അപ്പോൾ ആദ്യം കാണുമ്പോൾ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ, സ്ത്രീകളും കുട്ടികളും, അവർക്ക് പോകാനിടമില്ല, കെട്ടിടങ്ങൾക്ക് ഇടയിൽ പെട്ടുപോയിട്ട് രക്ഷിക്കാൻ ഒരു സംവിധാനവും ഇല്ലാതെ വിളിക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കരമായി ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ദിവസങ്ങളോളം ആ ഡിസ്റ്റർബൻസ് അനുഭവിച്ചാണ് വ്യക്തിപരമായി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർക്ക് വേണ്ടത് നമ്മുടെ സഹതാപത്തിന്റെ കണ്ണീരല്ല, മറിച്ച് അവരുടെ രാഷ്ട്രം എന്ന അവരുടെ ആശയത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ പിന്തുണയാണ് ആവശ്യം. ലോകത്തോട് അവർ ചോദിക്കുന്ന അതാണ്. നിങ്ങൾ കുറച്ച് സഹതാപം തരൂ, ആരെങ്കിലും കൂടി ഇടപെട്ട് ഈ ബോംബിംഗ് നിർത്തിവെക്കും, ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥത മതി, അല്ലെങ്കിൽ ഹമാസ് സകല കുഴപ്പമുണ്ടാക്കി ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ സുഖമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കെ അനാവശ്യമായി ഒക്ടോബർ 7 അവർ ആക്രമണം നടത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നവരാരും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്നതോടും ഫലസ്തീനും അതിന് പുറത്തും അവരുടെ പ്രതിരോധ പ്രസ്ഥാനത്തിലുള്ള പിന്തുണ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇന്നോ നാളെയോ ഫലസ്തീൻ രാഷ്ട്രം സാധ്യമായില്ലെങ്കിൽ കൂടി, ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. അതിന്റെ ചർച്ചകളിലേക്ക് കടക്കാതെ ഇനി ഒരു പരിഹാരം ആലോചനയില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നാണ്. സോ ഇത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ മരിക്കുന്നതാണ്. ഇന്നും 100-150 പേരെ കൊന്നു. ആശുപത്രികളും അഭ്യർത്ഥിക്കുമ്പോൾ ആക്രമിക്കുകയാണ്. മനുഷ്യവശത്ത് നിൽക്കുന്ന എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പ്രയാസപ്പെട്ട മനുഷ്യരാണ് സ്വാതന്ത്ര്യം കൊണ്ടുവന്നത്, വിമോചനം കൊണ്ടുവന്നത്, രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഐഡന്റിറ്റികളെ കൊണ്ടുവന്നത്.